ഗാസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും ആക്രമണം ശക്തമാക്കുകയാണ് ഐ ഡി എഫിൻ്റെ പ്രത്യേക സേനയും പാലസ്തീൻ അതോറിറ്റിയും ചേർന്നുള്ള സംയുക്ത സൈനിക നീക്കമാണ് വെസ്റ്റ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക് ജിഹാദിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർ യാസിദ് ജയ്സയെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങളാണിപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്തു വരുന്നത്. ജെനിനിൽ വിമതസേനയും അതുപോലെ IDF-ൻ്റെയും പാലസ്തീൻ അതോറിറ്റിയുടെയും സേനയും തമ്മിൽ മണിക്കൂറുകൾ നീണ്ട പോരാട്ടമുണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ജെനിൻ നഗരത്തിന് പുറത്ത് പാലസ്തീൻ അതോറിറ്റിയും IDF-ഉം ചേർന്ന് വലിയ പ്രതിരോധം സൃഷ്ടിച്ചു കഴിഞ്ഞു. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഭീകരരെ കണ്ടെത്തുന്നതിനുള്ള വൻ മുന്നൊരുക്കങ്ങളാണ്, വൻ റെയ്ഡുകളാണ് വെസ്റ്റ് ബാങ്കിലുടനീളം ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കിടയിൽ നിരന്തരമായി വിമതസേനയുടെ, ഹമാസ് ഭീകരവാദികളുടെ, ഇസ്ലാമിക് ജിഹാദിൻ്റെയൊക്കെ ആക്രമണങ്ങൾ വെസ്റ്റ് ബാങ്കിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നു. 2 ദിവസം മുമ്പ് ഒരു കാർ ബോംബ് സ്ഫോടനമുണ്ടായി. 3 പാലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇങ്ങനെ വെസ്റ്റ് ബാങ്കിലുടനീളം ചാവേർ ആക്രമണങ്ങൾ നടത്താനുള്ള ശ്രമമാണ് ഹമാസിൻ്റെയും ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ശനിയാഴ്ച പുലർച്ചെ ഇത്തരത്തിലുള്ള ഒരു ചാവേർ ആക്രമണം നടത്താനുള്ള ശ്രമത്തിനിടയിലാണ് യാസിദ് ജയ്സയെ ഇസ്രായേലി സേനയും അതുപോലെ തന്നെ പാലസ്തീൻ അതോറിറ്റിയും ചേർന്നുള്ള സൈന്യം കൊലപ്പെടുത്തിയത്. ജെനിൻ നഗരത്തിനുള്ളിൽ ജനവാസ മേഖലയിൽ ഒരു കാർ ബോംബ് സ്ഫോടനം ഉണ്ടാക്കുകയും അതിലൂടെ നിരവധി പാലസ്തീനികളുടെ ജീവനെടുക്കുകയുമായിരുന്നു ഇസ്ലാമിക് ജിഹാദ് ലക്ഷ്യമിട്ടത്. ഇസ്ലാമിക് ജിഹാദിൻ്റെ കമാൻഡറെ കൊലപ്പെടുത്തിയതിൽ വലിയ പ്രതിഷേധമാണ് ഹമാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ ശക്തമായ തിരിച്ചടി ഇസ്രായേലി സേനയ്ക്കും പാലസ്തീൻ അതോറിറ്റിക്കും നൽകാനുള്ള ആഹ്വാനമാണ് ഹമാസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിലും ഭീകരന്മാരുടെ വമ്പൻ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. വെസ്റ്റ് ബാങ്കിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇസ്രായേലി സേനയ്ക്കെതിരെയും പാലസ്തീൻ അതോറിറ്റിക്കെതിരെയും ഹമാസിൻ്റെയും ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇസ്രായേലി സേന വെസ്റ്റ് ബാങ്കിലേക്ക് തങ്ങളുടെ സേനാ വിന്യാസം നടത്തി. അതിന് പിന്നാലെ പാലസ്തീൻ അതോറിറ്റിയുമായി ചേർന്ന് വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് റെയ്ഡുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5250-ലധികം പാലസ്തീനികളെ ഹമാസുമായോ ഇസ്ലാമിക് ജിഹാദുമായോ ബന്ധമുണ്ടെന്ന് കരുതിയ 5250ഓളം പാലസ്തീനികളെ ഇതിനകം തന്നെ സേന അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു കഴിഞ്ഞിരിക്കുന്നു. സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 756ഓളം പേർ കൊല്ലപ്പെട്ടു. ഇവർ ഹമാസിൻ്റെ ഭീകരന്മാരോ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭീകരന്മാരോ അല്ലെങ്കിൽ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരോ ആണെന്നാണ് IDF-ഉം അതുപോലെ തന്നെ പാലസ്തീൻ അതോറിറ്റി നൽകുന്ന വിവരം. ഇതുകൂടാതെ 146 IDF-ൻ്റെ സൈനികരും അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാസയിലും അതുപോലെ ലെബനനിലുമൊക്കെ ഇസ്രായേൽ സേന ആക്രമണം കടുപ്പിച്ചപ്പോൾ വെസ്റ്റ് ബാങ്കിലാണ് പ്രധാനമായും ഹമാസിൻ്റെ ഭീകരന്മാർ ഒളിവിൽ കഴിയാൻ വേണ്ടി ശ്രമിച്ചത്. ആ പ്രദേശങ്ങളിൽ നിരവധി ഹമാസ് കേന്ദ്രങ്ങളുണ്ട് എന്ന് ഇസ്രായേലി സേനയ്ക്ക് കൃത്യമായി അറിയാം. അവിടെ പാലസ്തീനികളായിട്ടുള്ള സിവിലിയന്മാരുടെ പിന്തുണയോടുകൂടിയാണ് ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തിക്കുന്നത്. ഇവർക്കിടയിലേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കൃത്യമായ റെയ്ഡുകൾ ആ മേഖലകളിൽ സംഘടിപ്പിക്കാൻ IDF-ഉം അതുപോലെ തന്നെ പാലസ്തീൻ അതോറിറ്റിയും തീരുമാനിച്ചത്. ആ റെയ്ഡുകൾ ഒന്നൊന്നായി പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഒറ്റപ്പെട്ട ഹമാസിൻ്റെ ആക്രമണങ്ങൾ വെസ്റ്റ് ബാങ്കിൽ ഉണ്ടാകുന്നു. ഇസ്ലാമിക് ജിഹാദിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഏറെ ദോഷകരമായി ബാധിക്കുന്ന ചാവേർ സ്ഫോടനങ്ങൾ നടത്തുക എന്നതാണ് ഇസ്ലാമിക് ജിഹാദ് ഇപ്പോൾ സ്വീകരിക്കുന്ന രീതി. അത്തരത്തിൽ വെസ്റ്റ് ബാങ്കിൽ നിരവധി സ്ഫോടനങ്ങൾ നടത്തി ഇസ്രായേൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക, പാലസ്തീൻ അതോറിറ്റിയെ സമ്മർദ്ദത്തിലാക്കുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തിക്കുന്നത്. അതേസമയം ഇസ്ലാമിക് ജിഹാദിനെതിരെയും ഹമാസിനെതിരെയും വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള ഓപ്പറേഷനാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജെനിൻ നഗരത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിരൂക്ഷമായ പോരാട്ടം നടന്നുവെന്ന് വാർത്താ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി വെടിവെച്ചുകൾ കേട്ടു, അതുപോലെ പുകപടലങ്ങൾ ഉയർന്നു, വൻ തീപിടുത്തമുണ്ടായി. ജെനിൻ നഗരത്തിൽ ജനവാസ മേഖലയിൽ പൊട്ടിത്തെറിക്കാനായി കാർ ബോംബ് സ്ഫോടനം നടത്താനായി ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇസ്ലാമിക് ജിഹാദിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറായ
യാസിദ് ജയ്സയെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇസ്ലാമിക് ജിഹാദിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. നിരവധി സ്ഫോടനങ്ങൾക്ക് തന്നെ നേരത്തെ ഉത്തരവാദിയായിരുന്നു യാസിദ് ജയ്സ. വെസ്റ്റ് ബാങ്കിലെ ഹമാസിൻ്റെയും ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാനിയായിരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇസ്രായേലി സേനയും ഷിൻബെറ്റും മൊസാദും ഒക്കെ തിരഞ്ഞു നടക്കുന്ന ഒരു കൊടും ഭീകരനായിരുന്നു യാസിദ് ജയ്സ എന്നുള്ള വിവരമാണ് ഇപ്പോൾ IDF പുറത്തുവിടുന്നത്. ശനിയാഴ്ച പുലർച്ചെ ഇത്തരത്തിലുള്ള ഒരു ചാവേർ ആക്രമണം നടത്താനുള്ള ശ്രമത്തിനിടയിലാണ് യാസിദ് ജയ്സയെ ഇസ്രായേലി സേനയും അതുപോലെ തന്നെ പാലസ്തീൻ അതോറിറ്റിയും ചേർന്നുള്ള സൈന്യം കൊലപ്പെടുത്തിയത്. ജനീൻ നഗരത്തിനുള്ളിൽ ജനവാസ മേഖലയിൽ ഒരു കാർ ബോംബ് സ്ഫോടനം ഉണ്ടാക്കുകയും അതിലൂടെ നിരവധി പാലസ്തീനികളുടെ ജീവനെടുക്കുകയുമായിരുന്നു ഇസ്ലാമിക് ജിഹാദ് ലക്ഷ്യമിട്ടത്. ഇസ്ലാമിക് ജിഹാദിൻ്റെ കമാൻഡറെ കൊലപ്പെടുത്തിയതിൽ വലിയ പ്രതിഷേധമാണ് ഹമാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ ശക്തമായ തിരിച്ചടി ഇസ്രായേലി സേനയ്ക്കും പാലസ്തീൻ അതോറിറ്റിക്കും നൽകാനുള്ള ആഹ്വാനമാണ് ഹമാസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.